തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കൊരു കത്ത് വന്നതാണ് അമ്മാവൻ്റെ. മദ്രാസിൽ വന്ന് കമ്പനി തുറക്കാനും. എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നു ഇത് ചെയ്താൽ അത് സക്സസ്ഫുൾ ആവും? സോപ്പ് ഉണ്ടാക്കാൻ അറിയില്ല, തമിഴ്നാട്ടിൽ ഒരു സ്ഥലം പോലും അതിനു മുമ്പ് കണ്ടിട്ടില്ല, ഭാഷ അറിയില്ല. എങ്കിലും ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ കൂടി ആയിരിക്കാം അന്ന് അത് എടുക്കാൻ കാരണം. പുസ്തകത്തിന്റെ പേരും ഏകദേശം അതുപോലെയാണ്, യു ടേൺ. ആയുർവേദ സോപ്പിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സോപ്പ് എന്ന ഖ്യാതി ഇന്ന് മെഡിമിക്സിനുണ്ട്. അതിൽ അഭിമാനം കൊള്ളുന്നു. ആക്ടിങ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ തന്നെ നാടകത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചല്ലോ. കർണാടക സർക്കാർ അവരെ MDക്ക് സ്കോളർഷിപ്പോട് കൂടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഒരു തീരുമാനമെടുത്ത് ഞാൻ ഇനി മുതൽ ഇന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുക അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നെ പോലെ ഒരുപാട് മലയാളികളെ നൊസ്റ്റാൾജിയയിലേക്ക് തള്ളിവിടാൻ പറ്റുന്ന ഒരു സ്മെല്ലുണ്ട്, ദ സ്മെൽ ഓഫ് മെഡിമിക്സ് സോപ്പ്. അങ്ങനെ ഒരു സോപ്പ് നമുക്ക് സമ്മാനിച്ച മെഡിമിക്സ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AV അനൂപ് സർ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. മെഡിമിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 55 വർഷം ആയി. ലേബർ സ്ട്രൈക്ക് കാരണം ക്ലോസ് ചെയ്തിരുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും ഇന്നത്തെ ഒരു സക്സസ്ഫുൾ മെഡിമിക്സ് ബ്രാൻഡിലേക്കുള്ള ഒരു ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് ആരംഭിച്ചത് എൻ്റെ അമ്മാവനാണ്, ഡോക്ടർ VP സിദ്ധൻ. അദ്ദേഹം ചെന്നൈയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോയി അവിടെ റെയിൽവേയിൽ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന കലാസികൾക്കൊക്കെ സ്കിൻ ഡിസീസസ് കണ്ടപ്പോഴാണ് കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന വിപ്രതി ഓയിൽ എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്ന് കൊടുത്തു നോക്കുകയും അതിൽ ഫലം കണ്ടപ്പോൾ അത് രോഗികൾക്ക് ഉപയോഗിക്കാൻ ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സോപ്പായി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നുള്ള വളർച്ച തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കാരണം കുടുംബത്തിൽ ആർക്കും അങ്ങനെ ബിസിനസ്സിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. മുൻ തലമുറയിലെ എല്ലാവരും ഡോക്ടർമാരോ ആയുർവേദ വൈദ്യന്മാരോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഇത്രയും വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ അദ്ദേഹം പോലും വിചാരിച്ചിരുന്നില്ല. യാദൃച്ഛിക അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ 82-ലാണ് അവിടെ അന്ന് സമരം വന്നിട്ട്, അന്നൊരു ചെറിയ ഫാക്ടറി ആയിരുന്നു, പക്ഷെ അവിടെ സമരം വന്നത് പൂട്ടിപ്പോയി. അപ്പം ആ സമയത്താണ് തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കൊരു കത്ത് വന്നതാണ് അമ്മാവൻ്റെ. മദ്രാസിൽ വന്ന് കമ്പനി തുറക്കാനും ഭാവി പരിപാടികളിൽ പങ്കാളിയാകാനും സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ വന്നു. പിന്നെ കാരണം യാതൊരു മുൻപരിചയവും ഇല്ലാതെയാണ് ഞാൻ വന്നത്. എനിക്ക് സോപ്പ് ഉണ്ടാക്കാൻ അറിയില്ല, തമിഴ്നാട്ടിൽ ഒരു സ്ഥലം പോലും അതിനു മുമ്പ് കണ്ടിട്ടില്ല, ഭാഷ അറിയില്ല. എങ്കിലും ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ കൂടി ആയിരിക്കാം അന്ന് അത് എടുക്കാൻ കാരണം. അന്ന് എൻ്റെ അച്ഛൻ ഫിഷറീസ് വകുപ്പിൽ ഡയറക്ടറായിരുന്നു, AG വാസവൻ. അപ്പോൾ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചത് കൊണ്ട് ഡൈയിങ് ഇൻ ഹാർനസ് സ്കീമിൽ എനിക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വേണ്ട എന്ന് വെക്കുക എന്നുള്ളതൊരു കടുത്ത തീരുമാനമായിരുന്നു. കുടുംബത്തിലാരും അതിനോട് സഹകരിച്ചിരുന്നില്ല. എങ്കിലും അതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്, അന്നത്തെ മദ്രാസ്. പിന്നെ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഒന്ന്, അന്നതൊരു ഹാൻഡ് മെയ്ഡ് സോപ്പായിരുന്നു. അപ്പോൾ ഹാൻഡ് മെയ്ഡ് സോപ്പിന്റെ പരിമിതികൾ വെച്ചുകൊണ്ട് അത് സ്കെയിലപ്പ് ചെയ്യുക, പ്രൊഡക്ഷൻ കൂട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നിയമ തടസ്സങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആയുർവേദ സോപ്പ് ആയതുകൊണ്ട് ഡ്രഗ് ആക്ടിൽ വരുന്നതുകൊണ്ട് നിരവധി കേസുകളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നീണ്ട യാത്രയാണ്. 1-2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഈ നേട്ടം. അപ്പോൾ ഇത് ഒരാളുടെ നേട്ടമെന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ സിദ്ധനാണ് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യ സൗഭാഗ്യം സിദ്ധൻ, മറ്റു കുടുംബാംഗങ്ങൾ, പിന്നെ ആദ്യകാലം മുതലേ കമ്പനിയിൽ ജോലിക്കുണ്ടായിരുന്ന തൊഴിലാളികൾ, അവർ അന്നത്തെ മാനേജർ, അങ്ങനെ പലരും ഇതിനോട് എല്ലാവരും ഫാക്ടറിയിലും ജോലി എടുത്തിട്ടുണ്ട്, മാർക്കറ്റിലും പോയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഈ വർഷം 55-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആയുർവേദ സോപ്പിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സോപ്പ് എന്ന ഖ്യാതി ഇന്ന് മെഡിമിക്സിനുണ്ട്. അതിൽ അഭിമാനം കൊള്ളുന്നു. മെഡിമിക്സ് എന്ന പേര് എങ്ങനെയാണ് വന്നത്? മെഡിസിനൽ മിക്സ് ആണോ മെഡിമിക്സ് ആയത്? അതെ, തീർച്ചയായിട്ടും മെഡിസിനൽ മിക്സ് എന്ന് തന്നെയാണ്. ഡോക്ടർ സിദ്ധൻ്റെയോടൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരാണ് അത് സജസ്റ്റ് ചെയ്തത്. 18 ആയുർവേദ മൂലികകൾ ചേർന്നതാണല്ലോ മെഡിമിക്സ്. അപ്പോൾ അങ്ങനെയാണ് അത്. ഒരു ഡോക്ടർ പവിത്രൻ ഉണ്ടായിരുന്നു, സിനിമാ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹമൊക്കെയാണ് അത് സജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ.
ഏതൊരു കമ്പനിയുടെ വളർച്ചയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലാളികൾ. തൊഴിലാളികളുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പനിയിൽ അവരും 100% തരുള്ളൂ. ലൈക്ക് ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പൊ എങ്ങനെയാണ് തൊഴിലാളികളുമായിട്ടുള്ള അങ്ങയുടെ ഒരു ബന്ധം? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാൻ മദ്രാസിലേക്ക് വരാനുണ്ടായ കാരണം ഫാക്ടറിയിലുണ്ടായ ഒരു തൊഴിലാളി സമരമാണ്. അതെ. അപ്പൊ ആദ്യം തന്നെ എനിക്ക് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നം തീർക്കുക, അത് ലേബർ കോർട്ടിലായിരുന്നു ആ കേസ് വിജയിച്ചു. അപ്പൊ പിന്നീട് വന്നതെല്ലാം പുതിയതായിട്ട് എടുത്ത ആളുകളാണ്. അപ്പൊ അത് ആദ്യം മുതൽ തന്നെ തൊഴിലാളികളുമായിട്ടൊരു നല്ല ബന്ധം, അതായത് അവരാണ് ഈ പ്രത്യേകിച്ച് ഹാൻഡ് മെയ്ഡ് സോപ്പായിരുന്ന മെഡിമിക്സിന് അതിന്റെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. തൊഴിലാളികളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 100% മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ തൊഴിലാളികൾക്ക് അത്രയും പ്രാധാന്യമില്ല. ഇവിടെ 100% തൊഴിലാളികളിൽ അധിഷ്ഠിതമാണ് നിർമ്മാണം. അപ്പൊ ആദ്യകാലം മുതൽ തന്നെ ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്നു. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് അന്ന് കൂടുതലും സ്ത്രീകളായിരുന്നു. അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. അപ്പൊ ഞാൻ എടുത്ത ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, മെഡിമിക്സ് ഓരോ ഫാക്ടറിയും തുടങ്ങിയത് ഏതെങ്കിലും ഒരു വില്ലേജിലാണ്. അപ്പോൾ തമിഴ്നാട്ടില്, ആന്ധ്രയില്, കർണാടക, പോണ്ടിച്ചേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ ഫാക്ടറികളാണ് തുടങ്ങിയിരുന്നത്. അവിടെയെല്ലാം ലോക്കൽ ആളുകൾക്കാണ് ജോലി കൊടുത്തിരുന്നത്. ആ വില്ലേജിൽ ആരാണോ ജീവിക്കുന്നത് അവർക്ക്. അപ്പൊ ആ വില്ലേജിന്റെ ഒരു ഉദ്ധരണത്തിനും അത് സഹായകമായി. അതോടൊപ്പം തന്നെ അവരുടെ തുടക്കം മുതൽ തന്നെ അവരുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാം ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. കാരണം ഒന്ന് വൃത്തിയായിട്ട് വരിക എന്നുള്ളത് തന്നെ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ, അതിലെല്ലാം ഒരു ഫാക്ടറിക്ക് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലാണ് തുടങ്ങുന്നത്. പിന്നീട് അവരുടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് അവരോട് പെരുമാറിയിരുന്നത്. അത് വളരെ സഹായകമായിട്ടുണ്ട്. ഇന്നിപ്പോൾ വളരെ അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും, 25 കൊല്ലം 30 വർഷമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവര് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഇത് ഞങ്ങളുടെ ഉൽപ്പന്നമാണ്, ഞങ്ങളുടെ കുടുംബമാണ് എന്ന് ചിന്തിക്കുന്ന, അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത്, മുമ്പൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം ശുദ്ധിയാക്കി വെക്കാനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്ത് വളരെ ദേഷ്യപ്പെട്ടൊക്കെ പറയേണ്ടി വന്ന കാലമുണ്ട്. ഇന്നിപ്പോ തിരിച്ചാണ്. ഞാൻ ഫാക്ടറിയിലേക്ക് ചെല്ലുമ്പോൾ അവര് എന്നോട് ചോദിക്കും, സാറ് വൃത്തിയായിട്ടാണോ വന്നതെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി ഒരു ഭസ്മം തൊട്ടിട്ടാണ് വന്നിരുന്നെങ്കിൽ ആ ഭസ്മം ഇട്ടിട്ട് പോലും ഫാക്ടറിക്കകത്ത് കടക്കാൻ അവർ സമ്മതിക്കില്ല. തൊഴിലാളികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ആ കാര്യത്തിൽ അത് ആ പൊടി എങ്ങാനും സോപ്പിൽ വരുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാണ്ട് റിലീജിയസ് ഇതിലല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു അഴുക്കോ കാര്യങ്ങളോ വരുന്നതിൽ പോലും അവർ അത്രയും ശ്രദ്ധ ചെലുത്തുന്നതാണ്. അതിനേക്കാളേറെ ഈ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ഷന് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല നല്ല സജഷൻസും വന്നത്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വന്നത് തൊഴിലാളികളുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ് നമ്മൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യും, അവർക്ക് അതിനുവേണ്ട റിവാർഡുകൾ കൊടുക്കും. അങ്ങനെയാണ് ഇത്രയും കാലം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലും അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. അവരുടെ മക്കളെയൊക്കെ പഠിക്കാൻ സഹായിച്ചു. അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച് പലരും ഡോക്ടറായിട്ടുണ്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയിലും അവർ ഇപ്പോൾ ഓഫീസ് ജോലിയിലേക്ക്. ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, തൊഴിലാളികളുടെ മക്കൾ തൊഴിലാളികളായിട്ട് തിരിച്ചു വരരുത്, വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നൊക്കെ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. ബാംഗ്ലൂരിലുള്ള ഒരു ഫാക്ടറിയിലെ ഒരു സ്ത്രീ, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, ഒപ്പിടുന്നത് പോലും തമ്പ് ഇംപ്രഷനാണ്. അവരുടെ മകള് മെഡിസിൻ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ജയിച്ചു. കർണാടക സർക്കാർ അവരെ ഇപ്പൊ MDക്ക് സ്കോളർഷിപ്പോട് കൂടെ സെലക്ട് ചെയ്തിരിക്കുകയാണ് പഠിക്കാൻ. അപ്പൊ വീട്ടിൽ ആരും പറഞ്ഞു കൊടുക്കാനില്ല, ട്യൂഷൻ വെച്ചിട്ടില്ല. ഇത്രയൊക്കെ കഴിവുള്ള അറിവുള്ള കുട്ടികളൊക്കെയാണ് അവരുടെയൊക്കെ വീടുകളിൽ ഉള്ളത് എന്നുള്ളതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മളുടെ ഒരു ചെറിയ സഹായം കൂടെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കും അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് കുടുംബപരമായി. ഇപ്പോൾ വേറൊരു കാര്യം, ഞാൻ മെഡിമിക്സിന് 50 വർഷമായ സമയത്ത് പറഞ്ഞിട്ടുള്ളത്, 55 വർഷമാകുമ്പോഴേക്കും പഴയ തൊഴിലാളികൾക്ക് എല്ലാവർക്കും സ്വന്തം വീടുണ്ടാകണം. അതിനും അവരാദ്യകാലം മുതലേ സേവിങ്സിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പണം ചെലവാക്കി കളയാതെ. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലോട്ട് വാങ്ങാൻ കാര്യം സഹായിച്ചിരുന്നു, പിന്നീട് വീട് വെക്കാൻ. അപ്പൊ ഇന്നിപ്പോ എല്ലാവരും സ്വന്തം വീടുള്ളവരായി എന്നുള്ളത് അതും വളരെ സന്തോഷമുള്ള കാര്യമാണ്.
സാർ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം തൊഴിലാളികളുടെ മക്കളുടെ കാര്യങ്ങളിൽ പോലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനും അതാലോചിച്ച് പ്രൗഡ് ആവാനും പറ്റുന്ന എത്ര ബിസിനസ്സുകാരുണ്ടാവും അറിയില്ല. അപ്പം മെഡിമിക്സിന്റെ പരസ്യങ്ങളിലേക്ക് വരുമ്പോൾ എപ്പോഴും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് മെഡിമിക്സ്. അതിപ്പോൾ പാട്ടായാലും നമ്മൾ കാണുന്ന ഹോർഡിങ്സ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ എന്താണ് മെഡിമിക്സിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? മെഡിമിക്സ് ഉപയോഗിക്കുന്നത് ഏത് ജനവിഭാഗമാണ്? ഇപ്പൊ തുടക്കകാലത്ത് മെഡിമിക്സ് ആരംഭിക്കുന്നത് ഒരു മെഡിസിനൽ പ്രൊഡക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് എന്നായിരുന്നു ആദ്യകാലത്തെ പരസ്യം. അത് ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് തോന്നി, ഈ അങ്ങനെ ഒരു പരിമിതപ്പെടുത്തിയാൽ, ഒരു ചർമ്മരോഗമുള്ള ആളുകൾ മാത്രമാണ് മെഡിമിക്സ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ പരിമിതപ്പെടുത്തിയാൽ നമുക്ക് മാർക്കറ്റ് സാധ്യത കുറയും. അതുകൊണ്ട് പിന്നെ അത് ഒരു കുടുംബ സോപ്പ് എന്നുള്ള രീതിയിൽ ആക്കി മാറ്റുകയാണ് ചെയ്തത് നമ്മൾ. പിന്നെ അതിനോടൊപ്പം തന്നെ ഇത് ചർമ്മ രോഗ നിവാരണത്തിനല്ല, ചർമ്മരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, ചർമ്മരോഗം വരാതിരിക്കാൻ വേണ്ടി മെഡിമിക്സ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ പരസ്യം മാറ്റി കുടുംബ സോപ്പാക്കി മാറ്റി. അതിന് കുടുംബത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. അതിനങ്ങനെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഒന്നുമില്ല. ഓരോ കാലഘട്ടത്തിലും നമ്മൾ പലരോടും പറയും നമുക്ക് ഇത്തവണ നമുക്ക് ചെയ്യേണ്ടത് ഇന്ന ഒരു കാര്യം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഒരു ഇതാണ്. ഞങ്ങള് ഇപ്പോൾ ജംഗിൾ ആദ്യമായിട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു മലയാളത്തിലും തമിഴിലും ഒക്കെ പ്രൈവറ്റ് ചാനലുകൾ വന്ന സമയത്താണ്, ആദ്യമായിട്ട് ചാനലുകൾ വന്ന സമയത്ത്. അപ്പൊ അന്ന് ചെയ്ത മ്യൂസിക് എന്ന് പറയുന്നത് അന്ന് ദിലീപ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ AR റഹ്മാനാണ്. അപ്പൊ അത് ഒക്കെ സംഭവിച്ചതാണ്. അല്ലാതെ നമ്മൾ AR റഹ്മാൻ എന്നുള്ള ഇത്രയും പ്രശസ്തനായ മ്യൂസീഷ്യൻ അല്ല നമ്മൾ അവസരം കൊടുത്തത്. പക്ഷെ അത് ഞങ്ങളുടെ പരസ്യം ചെയ്ത ആ വർഷം തന്നെ അദ്ദേഹത്തിന് റോജ സിനിമയിലേക്ക് അവസരം കിട്ടുന്നു. ഞങ്ങൾക്കും അത് വളരെ നല്ല ഗുണം കിട്ടി. അതുപോലെയുള്ള പരസ്യങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് അങ്ങനെ വരുന്നു. ചില പരസ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ശ്രദ്ധിക്കപ്പെടാതെ പോയ എത്രയോ പരസ്യങ്ങളും ഉണ്ട്. മെഡിമിക്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് മേളം, സഞ്ജീവനം ഹോസ്പിറ്റൽസ്, EVA പ്രൊഡക്ഷൻസ്, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ റൈറ്റ് ആയിട്ട് ചോയ്സ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നു? ഇത് ചെയ്താൽ അത് സക്സസ്ഫുൾ ആവും എന്നുള്ള ചോയ്സ് എങ്ങനെയാണ്? അല്ല, അങ്ങനെ സക്സസ് ആയ മാത്രമല്ല ഞങ്ങൾക്കുള്ളത്. ഇപ്പൊ നമ്മൾ വേറെ എത്രയോ ഉൽപ്പന്നങ്ങൾ നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ടതിനെ പറ്റി ആരും പിന്നെ ആലോചിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് ഞങ്ങളുടെ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. കാരണം 2007 ഞാൻ AVA ഗ്രൂപ്പ് എന്ന രീതിയിൽ, കാരണം കുടുംബത്തിൽ ഒരു പാർട്ടീഷൻ വന്ന സമയത്ത് ഞാൻ സൗത്ത് ഇന്ത്യ മെഡിമിക്സിന്റെ സൗത്ത് ഇന്ത്യ മാർക്കറ്റാണ് നോക്കുന്നത്. അപ്പൊ എൻ്റെ ബ്രദറിലോ ശ്രീ പ്രദീപാണ് മറ്റ് ഭാഗങ്ങൾ നോക്കുന്നത്. അപ്പൊ ഞാൻ സൗത്ത് ഇന്ത്യയിലെ AVA ഗ്രൂപ്പ് എന്നുള്ള പേരിൽ AVA ചോലയിൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്നു. അതോടൊപ്പം സിനിമാ നിർമ്മാണം AVA പ്രൊഡക്ഷൻസ് തുടങ്ങുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോ ഈ AVA എന്നുള്ള ഗ്രൂപ്പ് എടുത്തൊരു തീരുമാനം പ്രധാനമായിട്ട് മനുഷ്യർക്ക് ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്നുള്ളൂ. അതും പേഴ്സണലായിട്ട് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അതായത് ഇപ്പൊ നമ്മൾ ഡിറ്റർജൻസ് ഫീൽഡിലില്ല, ഡിറ്റർജൻസ് പ്രോഡക്ട്സ് ഇറക്കുകയാണെങ്കിൽ നല്ല മാർക്കറ്റ് ഉണ്ടാകാം, ഭാവിയിൽ ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം. അതുകൊണ്ടാണ് മെഡിമിക്സിന്റെ ബ്രാൻഡിൽ സോപ്പായാലും ഷാംപൂ, ഹാൻഡ് വാഷ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. മേളം ബ്രാൻഡ് ഞങ്ങൾ അക്വയർ ചെയ്തതാണ്. അപ്പൊ മേളമാണെങ്കിലും നമ്മൾ അകത്തേക്ക് ഭക്ഷണമായിട്ട് കഴിക്കുന്ന കാര്യങ്ങളാണല്ലോ, അതും വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പിന്നെ സഞ്ജീവനമാണെങ്കിലും ആയുർവേദ നമ്മളുടെ മനുഷ്യരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ്. അപ്പൊ എൻ്റെ പ്രധാനപ്പെട്ട 3 ബ്രാൻഡുകളും അങ്ങനെയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു വ്യവസായമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അത് എൻ്റെ AV അനൂപ് എന്ന വ്യക്തിയുടെ ഒരു പാഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പഠിക്കുന്ന കാലം മുതൽ അഭിനയ രംഗത്തൊക്കെ ഉള്ള ആളാണ്, സ്റ്റേജ് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് AVA പ്രൊഡക്ഷൻസിൽ. അപ്പോൾ അതാണ് അതിന്റെ പുറകിലുള്ള റണ്ണിങ് എ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടു ഈസി തിങ്. എപ്പോഴും ചാലഞ്ചസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സർക്കാർ ജോലി, നേരത്തെ പറഞ്ഞു സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ ജോലി എടുത്താൽ മതിയായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് എൻ്റെ വിജയം എല്ലാം എന്നെ തേടി വന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളത്.
നമ്മളങ്ങനെ ആഗ്രഹങ്ങൾ, വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും എനിക്കില്ല. ഉം. ഈ നിലയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ നാളത്തെ ഒരു അംബാനി ആകണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്കിപ്പോ കിട്ടിയത് തന്നെ വളരെ വലിയ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മളെപ്പോഴും ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കണമെന്നാണ് ഞാൻ പറയാറ്, മേലോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ സംതൃപ്തനാണ്. പിന്നെ ഞാൻ കൈവച്ച മേഖലകളിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഒരു പുസ്തകം എഴുതി. അത് ഞാൻ അപ്പൊ ചോദിക്കാൻ വരുമായിരുന്നു. അവിടെയും യാതൊരുവിധ കോൺഫിഡൻസും ഇല്ലാതെ ചെയ്ത കാര്യമാണ്. അപ്പൊ അതിലും വിജയിക്കാൻ പറ്റി. വിജയിച്ചു എന്നുള്ള വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വായനക്കാര് അത് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ അറിയിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളെന്നുള്ള രീതിയിൽ. എന്നാൽ സർക്കാർ ജോലിയിൽ ഇരുന്നത് കൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ അതും എനിക്കറിയില്ല. ഉം. ഒരുപക്ഷെ ഞാൻ സർക്കാർ ജോലിയിലായിരുന്നെങ്കിൽ ഞാൻ അത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവിടെയും എന്നെ ഭാഗ്യങ്ങൾ തേടി വന്നേനെ. അതെ. ഇത്തരം ഭാഗ്യങ്ങൾ തേടി വരുമ്പോൾ സർക്കാർ ജോലിയിലും എനിക്ക് ഒരുപക്ഷെ അത് സാധിക്കുമായിരുന്നിരിക്കാമെന്നാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ എ.വി. അനൂപ് എന്ന രീതിയിൽ ഞാൻ സംതൃപ്തനാണ്. ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഉം. പുസ്തകത്തിന്റെ പേരും ഏകദേശം അതുപോലെയാണ്, യു ടേൺ. യു ടേൺ എന്ന് പറയുന്നത് ഒരു ബയോഗ്രഫി ആണോ? ആ അത് ഇംഗ്ലീഷ് ലെറ്റർ യു അല്ല, YOU ആണ് ഞാൻ എഴുതിയത്. അപ്പൊ ഓക്കെ. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് വായനക്കാരൻ വായിക്കുക, യു റീഡ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരികയോ ഇതിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കാൻ സാധിക്കുകയോ നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയോ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ യു ടേൺ എന്നുള്ള രീതിയിൽ എഴുതിയത്. അപ്പോ അത് ആത്മകഥാപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളും എൻ്റെ മനസ്സിലേക്ക് വന്ന ചില പ്രധാന കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തികളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള പ്രത്യേകതരം അനുഭവങ്ങളും അങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു റോൾ മോഡൽ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി? അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ VP സിദ്ധൻ എൻ്റെ അമ്മാവൻ തന്നെയാണ്. കാരണം അത് ബിസിനസ് കാരണം കൊണ്ട് മാത്രമല്ല, എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എനിക്ക് എല്ലാ താങ്ങും തണലുമായിട്ട് എന്നെ ധൈര്യമായിട്ട് കൈപിടിച്ച് ഉയർത്തിയത് അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇത്രയും വലിയ ബിസിനസ് മേഖലയിൽ എത്തിയിട്ടും അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ സർക്കാർ സ്ഥാപനത്തിലെ ഡോക്ടർ എന്നുള്ള സ്ഥാനം അദ്ദേഹം ഒരിക്കലും വിടാൻ തയ്യാറായില്ല. അദ്ദേഹം പറയാറുള്ളത്, ഞാൻ ഡോക്ടറായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത്, അതുകൊണ്ട് ഞാൻ ഡോക്ടറായിട്ട് തന്നെ റിട്ടയർ ചെയ്യും, അതേ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം 60 വയസ്സ് വരെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു, ദിവസവും ഹോസ്പിറ്റലൊക്കെ പോയി. പക്ഷെ അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു കലാകാരനായിരുന്നു. അപ്പോൾ ഞാനും ചെറുപ്പകാലം മുതലേ നാടകം അഭിനയിക്കുന്ന ആളായതുകൊണ്ട് ചെന്നൈയിൽ ചെന്ന ശേഷം അദ്ദേഹത്തോടൊപ്പം എത്രയോ നാടകങ്ങൾ ഒന്നിച്ച് അഭിനയിക്കാൻ സാധിച്ചു. അതെല്ലാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കമ്പനിയിലെ ചെയർമാനും ഡയറക്ടറും കൂടെ ചേർന്ന് നാടകങ്ങൾ അഭിനയിക്കുക, അതിൽ വലിയ വിജയം കണ്ടെത്തുക, എല്ലാവരും അത് ഇഷ്ടപ്പെട്ട് അഭിനന്ദിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തോടാണ്. എല്ലാ ദിവസവും ഫോൺ ചെയ്ത് ചിലപ്പോൾ മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. പിന്നെ ബിസിനസ് രംഗത്ത്, സിനിമാ രംഗത്തൊക്കെ ധാരാളം പേരുണ്ടാവും. അതിലിപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ പറ്റി മാത്രം പറയുന്നത് ശരിയല്ല. ആക്ടിങ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ തന്നെ നാടകത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചല്ലോ. ഇപ്പം നമുക്ക് പലപ്പോഴും ഒരു വർക്ക് ലൈഫിലേക്ക് തിരിയുമ്പം ഈ ഒരു പാഷൻ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഹോബീസിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സമയമില്ലാത്തൊരവസ്ഥ വരും. പക്ഷെ അങ്ങയുടെ കേസിൽ ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്. എപ്പോഴും നാടകത്തിലും ഒക്കെ ഇൻവോൾവ് ആയി അതൊരു പാർട്ട് ഓഫ് ലൈഫ് ആയിട്ട് കൊണ്ട് നടക്കുകയാണ്. എങ്ങനെയാണ് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നത്? അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എത്രയോ സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ആലോചിക്കാറില്ല. ഇപ്പോൾ നമ്മളൊരു സിനിമ സെറ്റിൽ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു 10-12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 1-1.5 മണിക്കൂറേ ഉള്ളൂ നമ്മളുടെ ജോലി ക്യാമറയുടെ മുമ്പിൽ. ഈ സമയം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ താങ്ക്സ് ടു ടെക്നോളജി, കയ്യിലിരിക്കുന്ന മൊബൈൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രധാന കാര്യം. ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് എൻ്റെ പണി കൂടുതൽ നടക്കുന്നത്. എല്ലാം ഓൺലൈനിലാണ് അപ്രൂവൽസ് എല്ലാം കൊടുക്കുന്നത്. ഫിസിക്കലായിട്ട് എൻ്റെ പ്രസൻസ് ആവശ്യമുള്ള സ്ഥലം വളരെ കുറവാണ്. പിന്നെ ഇതുപോലൊരു ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തോ ഒക്കെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഫിസിക്കലായിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് പണി ചെയ്യാൻ പറ്റും.
നമ്മുടെ മനസ്സാണ്, നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ പല കാര്യങ്ങളും നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ തൊഴിലാളികളെ അല്ലെങ്കിൽ Delegate ഓഫീസ് സ്റ്റാഫിനെ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇനിയും ബാക്കി സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോഷ്യൽ സർവീസസ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. ഉം. അപ്പോൾ വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ് ടു ഡു ദാറ്റ്? ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലാതെ ഞാനിപ്പോൾ സോഷ്യൽ സർവീസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങുന്ന ഒരാളല്ല. പക്ഷേ എന്നോടൊരു സഹായം ചോദിക്കുമ്പോൾ, എൻ്റെ കൺമുമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണുമ്പോൾ അറിയാതെ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്തു പോവാണ്. ഇപ്പോൾ നമ്മുടെ ഈ കാലത്തുണ്ടായ പല കലാമിറ്റീസിൻ്റെ കാലം തന്നെ എടുക്കുകയാണെങ്കിൽ, ഫ്ലഡ് ഉണ്ടായപ്പോഴോ കൊറോണ സമയത്തൊക്കെ ഇപ്പോൾ എന്നെ തേടി പല ആളുകൾ സഹായം ചോദിച്ചു വരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഇൻവോൾവ് ആകുന്നു. പല സംഘടനകളിലും ഞാൻ വളരെ സജീവമാണ്. അപ്പോൾ ആ സംഘടനാപരമായിട്ട് വരുന്ന പല കാര്യങ്ങൾ, അപ്പോൾ അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഈ രംഗത്ത് സജീവമായത്. അത് ഒരിക്കലും ഞാൻ ഒരു തീരുമാനമെടുത്ത് ഞാൻ ഇനി മുതൽ ഇന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുക അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ കൊറോണ സമയത്തെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത്. ആളുകൾ ഇങ്ങനെ ഫോൺ ചെയ്യുക, അപ്പോൾ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ പേരെ സഹായിക്കുമ്പോൾ അതിലൂടെ മറ്റുള്ളവരെ അറിയും. പിന്നെ നോർക്ക ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ഒരു ഹെൽപ്പ് ഡെസ്കിൽ ഒരു അംഗമായിട്ട് ഞാനൊരു സാധാരണ ആളെ പോലെ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് ഫോണുകൾ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത്. പല ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഓരോ കുടുംബത്തിലും വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം എന്നെ വളരെ സഹായിച്ചു. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഈ പുസ്തകം എഴുതാൻ പോലും എനിക്ക് എന്നെ സജ്ജമാക്കിയതെന്നാണ്. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് മാൻ എന്ന നിലയിൽ ഇനി വരും തലമുറയിലെ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ വലിയ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഇതൊന്നും പഠിക്കാതെ ഒരു ബിസിനസിന്റെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലത്തേക്ക് അച്ചീവ് ചെയ്യേണ്ടതിനെ പറ്റിയോ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ബിസിനസ്സിൽ വരുന്ന യുവതലമുറ ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് വരുന്നത്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും ബിസിനസ്സിൽ മുന്നേറാൻ കഴിയില്ല. വെറും പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. പിന്നെ എല്ലാം എനിക്കറിയാം എന്നുള്ള ചിന്തയും ഒരിക്കലും ബിസിനസ്സിന് നല്ലതല്ല. സമൂഹത്തിലുള്ള മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. അത് സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളുടെ കീഴെ ജോലി ചെയ്യുന്ന ആളുകളോട് പോലും നമ്മൾ പറയുന്നത് ചെയ്യാനല്ല തൊഴിലാളികളോ ഓഫീസ് സ്റ്റാഫോ ഉള്ളത്. നമ്മളൊരാളെ ജോലിക്ക് വെച്ചിരിക്കുന്നത് അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താനാണ്. അപ്പോൾ അവരുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം വേണ്ടത്. അല്ലാതെ ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് ഞാൻ നടത്തുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഒരു എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റു അതിനേക്കാൾ മിടുക്കരായ എഞ്ചിനീയർമാരെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ കാര്യം. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ എന്നേക്കാൾ മികച്ചവരാണ് അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.